തിരുവനന്തപുരത്ത് എത്തിയാൽ ശംഖുമുഖം ബീച്ച് കാണാതെ എങ്ങനെ മടങ്ങും? എന്നാൽ നേരം ഇരുട്ടിയാൽ ബീച്ച് കാണാമെന്ന് ആരും കരുതണ്ട. ശംഖുമുഖം ബീച്ച് ഇരുട്ടിലായിട്ട് കാലമേറെയായി. അധികൃതർ കൂടി കണ്ണടച്ചതോടെ ശംഖുമുഖം ഇപ്പോൾ പൂർണ്ണമായും ഇരുട്ടിലാണ്. ശംഖുമുഖം തീരത്തെ പതിയെ കടലെടുത്തു തുടങ്ങിയപ്പോൾ ഇവിടേക്കുള്ള സഞ്ചാരികളുടെ വരവും കുറഞ്ഞു. മുൻപുണ്ടായിരുന്ന പോലൊരു തീരം ഇന്ന് ശംഖുമുഖത്തില്ല. അതോടൊപ്പം സന്ദർശകർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളും. രാത്രിയായാൽ കടപ്പുറത്തെത്തുന്നവരിൽ പലരും മൊബൈൽ ഫോണിലെ ഫ്ലാഷ് ലൈറ്റിന്റെ വെട്ടത്തിലാണ് കടപ്പുറത്തേക്ക് ഇറങ്ങുന്നത്. ഒരുപക്ഷെ ഈ വെളിച്ചം കൂടി ഇല്ലാതായാൽ ഇളകി വീഴാറായ മൺതിട്ടയിടിഞ്ഞ് താഴെ വീണേക്കാം. ഇല്ലെങ്കിൽ ഭക്ഷ്യാവശിഷ്ടങ്ങൾക്കായി കടിപിടി കൂടുന്ന തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിനിരയായേക്കാം. 6-7 പട്ടികൾ ഒരുമിച്ചാണ് വന്ന് മോനെ ആക്രമിക്കാനായിട്ട് വന്നത്. എന്തോ കടിച്ചില്ല ഭാഗ്യം കൊണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് അവൻ തന്നെ മണലൊക്കെ വാരി എറിഞ്ഞെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ എത്രയെങ്കിലും ആൾക്കാർ വരുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സുരക്ഷ ഇവിടെ വേണം. സഞ്ചാരികളുടെ ഒഴുക്ക് കുറഞ്ഞതോടെ ഈ അവസരം മുതലാക്കിയ ചിലർ മാലിന്യം വലിച്ചെറിയാനുള്ള ഇടമാക്കി കടൽ തീരത്തെ മാറ്റി. ഇരുട്ടിന്റെ മറവ് പറ്റി സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും വർദ്ധിച്ചു. ഇരിപ്പിടങ്ങളടക്കമുള്ള സൗകര്യങ്ങളുടെ കുറവും ബീച്ചിന്റെ സ്വീകാര്യത കുറച്ചു. ആൾക്കാർക്കൊരു 8-10 ബെഞ്ച് മാത്രമേ ഉള്ളൂ. അതിലൊരു അത്രയും ആൾക്കാർ ഇരുന്ന് കഴിഞ്ഞാൽ ഇരിക്കാനൊരു സ്പേസോ പ്രോപ്പർ ലൈറ്റിങ്ങോ, അപ്പോൾ സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ട്. വിനോദസഞ്ചാര വകുപ്പിന്റെ പല പദ്ധതികൾക്കും ശംഖുമുഖം വേദിയാകുമെന്ന് മന്ത്രി ആവർത്തിച്ചു പറഞ്ഞതാണ്. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ശംഖുമുഖത്തിന്റെ അവസ്ഥ പഴയത് തന്നെ. പറഞ്ഞു പഴകിയ പല്ലവി തന്നെയാണ് ശംഖുമുഖത്തിനും പറയാനുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം, വാഗ്ദാനങ്ങളല്ല വേണ്ടത്. ക്യാമറാമാൻ കണ്ണൻ തിരുമലയ്ക്കൊപ്പം അമയ KP, മീഡിയ 1, തിരുവനന്തപുരം.